ഹലോ ഗൈസ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടല്ലോ. ആക്ച്വലി വലിയതായിട്ടുള്ള പരിപാടികളൊന്നുമില്ല, എന്നാലും ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷർട്ടും ഈ ഒരു ക്രോപ്പ് ടോപ്പുമാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ സ്ക്രാച്ച്ഡ് ജീൻസും ആണ് ഇട്ടിരിക്കുന്നത്. ഡ്രസ്സ് ഓൾറെഡി ഞാൻ ലേറ്റാണ്, ഡ്രസ്സൊക്കെ ചെയ്തു. ഇനി നമുക്ക് ലൈറ്റായിട്ട് ഒന്ന് റെഡിയാവാം. ഫസ്റ്റ് നമുക്ക് ഡവിൻ്റെ മോയ്സ്ചറൈസറിങ് ക്രീം ലേശം തേക്കാം. എനിക്ക് വലിയ പുട്ടിയടിക്കുന്ന പരിപാടീസ് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ചിട്ട് ഫുള്ളൊന്ന് തേച്ച് കൊടുക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ 3 പൂച്ചപ്പിള്ളാരുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഭയങ്കര കുറുമ്പാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഒരുങ്ങുന്നത്. അപ്പോൾ 2 കാലിലും കയറിക്കൊണ്ടിരിക്കും. ഇതുപോലെ കുരുപ്പ് പിടിച്ച് 2-3 പിള്ളേർ. നമുക്ക് വാസ്ലിൻ, ഞാൻ ലിപ് ബാം ഒന്നും എനിക്ക് അത്ര കംഫർട്ടല്ല, ഞാൻ അതുകൊണ്ട് വാസ്ലിനാണ് യൂസ് ചെയ്യുന്നത്. വാസ്ലിൻ ഇട്ടാൽ ഈ എന്താ പറയുക, ലിപ് ബാം ഒരു പശ പോകുന്നില്ലേ. വാസ്ലിൻ ആകുമ്പോൾ ആ ഒരു പ്രശ്നമല്ല. കാണിച്ചുതരാം. ഇതാണ് എൻ്റെ മില്ലോ ബേബി. പക്ഷെ ഇവൻ അത്ര ഇങ്ങനൊന്നും ഇരിക്കത്തില്ല. പക്ഷെ ഞാൻ വേറെ എടുത്തിട്ടുണ്ട്, അവനെ കാണിച്ചുതരാം. എവിടെടാ നീ? ദിസ് ഇസ് നിയോ ബേബി. നമ്മുടെ പൊന്നണിയല്ലോ. അവന് തല കയറിയിരുന്നുകൊണ്ട് എൻ്റെ ചെവി കടിക്കുക. കണ്ട, നോക്കുന്നുണ്ടോ അവന്? ഈ ഡവിൻ്റെ ഒരു ക്രീമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിന്നിലോട്ടാവില്ല. കണ്ട, അതാണെങ്കിൽ പെട്ടെന്ന് സ്കിന്നിലോട്ടാവില്ല. അത് അത്യാവശ്യം ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് വേറെ എന്നോട് വലിയ താല്പര്യമില്ല. നമുക്ക് എൻചാൻറ്റിൻ്റെ പൗഡർ ഇടാം. പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് തോന്നുന്നു. കണ്ടോ, മെറ്റോനെ ഞാൻ വരുത്തിയപ്പം മെറ്റോനാണെങ്കിൽ ഇറങ്ങിപ്പോയി. അപ്പം കൊണ്ടിരിക്കുന്നുണ്ടോ? ഇച്ചിരി പൗഡർ ഇടണോടി എൻ്റെ പൊന്ന്, ഇച്ചിരി പൗഡർ ഇടണോടി. ഇവനുണ്ടല്ലോ മഹാകുറുമ്പൻ എന്ന് വെച്ചാൽ മഹാകുറുമ്പൻ. കണ്ടോ, ഇവനെ കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞാലും അവ തിരിച്ച് ഇതുപോലെ എന്തെങ്കിലും മറുപടി പറയും. അതാണ് വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താന്ന് പറഞ്ഞാലും അപ്പൊ തിരിച്ചൊരു ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഇറങ്ങി. അപ്പൊ നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരാളും കൂടെ കേട്ടോ, അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, എൻ്റെ കൊച്ചവിടെ ഡീസൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. മിലോ ആയിരുന്നു അള്ളിക്കൊണ്ടിരുന്നത്. എൻ്റെ അമ്മലു ബേബി. അവളുടെ അമ്മച്ചീൻ്റെ അതേ സ്വഭാവമാണ്. കൊണ്ട് സൗണ്ട് പോലും വരുന്നില്ല. ഇറങ്ങി പോക്കോ. അവിടെ ബെഡുണ്ട്, ബെഡിലോട്ട് വീണോളൂ. ഇത് ഭയങ്കര മഴക്കാളികളാണ്. ഇനി നമുക്ക് ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. പെർഫെക്റ്റ് ബ്രോ ഡ്യുവോ ഷെയ്ഡാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ലതാണ്. ആക്ച്വലി എനിക്ക് മറ്റേ ഈ പെൻസിലും കാര്യങ്ങളും യൂസ് ചെയ്യാൻ വലിയ കംഫർട്ടില്ല. എനിക്ക് പൗഡർ ടൈപ്പാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആ ടൈപ്പാണ് വാങ്ങിക്കുക. എനിക്കിത് നോക്കി അത്ര കംഫർട്ടല്ല. ചെറിയ കണ്ണാടി നോക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, ഐബ്രോ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഒരുങ്ങി എങ്ങടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലേ. അപ്പം എന്താ പറയുക, ഞാനിപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഒരു 3-4 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഫോട്ടോഗ്രാഫറുണ്ട്. കൂട്ടുകാരൻ എന്ന് പറയാൻ പറ്റില്ല, ചങ്കാണ്. അപ്പം അത്യാവശ്യം ഞാൻ അവൻ്റെ കൂടെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ. അപ്പം എന്താ പറയുക, അവൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പം ഞാൻ അവൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഉണ്ടായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇന്ന് നേരത്തെ ഒരു കഴിഞ്ഞ വെഡ്ഡിങ്ങിൻ്റെ പോസ്റ്റ് വെഡ്ഡിങ്ങിൻ്റെ പരിപാടിയുണ്ട്. ഇവിടെ പത്തനംതിട്ട അടവിയിൽ വെച്ചിട്ടാണ്. നമ്മുടെ നമ്മുടെ സ്വന്തം അടവിയിൽ വെച്ചിട്ടാണ്. ഞാൻ കുറേ നാളായി അടവിയിലേക്ക് പോയിട്ട്.
അപ്പോൾ അവൻ വിളിച്ചിട്ട് ഇന്ന് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. കാരണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുൾ ഫ്രീ ആയിരുന്നു, ഒരു പരിപാടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ 4 മണി കഴിഞ്ഞപ്പം അവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ ചാരുമൂട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി കോന്നിയിൽ വരണം. അപ്പോൾ അത്രയും ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നങ്ങ് എടുക്കാമെന്ന്. അയ്യോ ഞാൻ പറഞ്ഞില്ല. ഇനി നമുക്ക് ഐ ഷാഡോ. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് 2 ഫോട്ടോ നമുക്കും കിട്ടിയാലും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ പോയാലും അവൻ്റെ കൂടെ ഫോട്ടോയ്ക്ക് എവിടെ പോയാലും ഞാൻ റെഡി ആയിട്ടേ പോകത്തുള്ളൂ. കാരണം ഇച്ചിരി ടൈം കിട്ടുമ്പോൾ 2 ഫോട്ടോ നമുക്കൂടെ ഇൻസ്റ്റയിൽ ഇടാൻ കിട്ടുമല്ലോ. ഓ പിന്നെയുണ്ടല്ലോ നല്ലപോലെ സ്വെറ്റ് ചെയ്യും. ഒന്നുണ്ടോ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്നത്. ഇച്ചിരി താഴെ കൂടെ വെച്ചേക്കാം. ആക്ച്വലി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടിട്ട് ഇത്രയും കാലം 2019 യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. പക്ഷെ പ്രോപ്പറായിട്ട് ഇതുവരെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്ത് കണ്ടന്റ് ഇടും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ എല്ലാവരും ഇടുന്ന കണ്ടപ്പം എനിക്കൊരു കൗതുകം. അതുപോലെ ഇപ്പം വർക്കൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ ഓക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഒരു മേലെ ചത്തിരിക്കുന്നില്ലയോ, അതുകൊണ്ട് നമുക്കിന്ന് താഴെ എഴുതാം. ഡാസ്ലറിൻ്റെ ആണ്, ജെല്ലൈനാണ്. എനിക്ക് മെറ്റേനും കൂടെ കൂടുതലും കംഫർട്ട് ഇതാണ്, കൺമഷിയൊക്കെ കാട്ടിലും. അപ്പം ഞാൻ ഇതുപോലൊരു ബ്രഷിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് എഴുതുന്നത്. എനിക്കതിൻ്റെ ഇത് വെച്ച് എഴുതുന്നതിനെക്കാട്ടി കൂടുതലും ഇഷ്ടം ഇങ്ങനെ എഴുതാനാണ്. ഇതാകുമ്പോൾ ഒരു ഫിനിഷ് കിട്ടും. ഞാൻ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? ഓക്കെ ഞാൻ നേരെ നോക്കിയാൽ അങ്ങോട്ടാണ് കാണുന്നത്. എന്തേലും കേട്ടോ. മതി. ഇപ്പം ആ ചത്തു കുത്തിയിരിക്കുന്ന ഒരു ഭാഗം ക്ലിയറായി. നല്ല സെറ്റ് ചെയ്യുന്നുണ്ട് തന്നെ. അപ്പം ഞാൻ ആലോചിക്കും ഞാൻ എന്തിനാണ് ഈ പൗഡറൊക്കെ ഇടുന്നതെന്ന്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓക്കെ കമ്മല്ല ഈ ബട്ടർഫ്ലൈയുടെ സ്റ്റഡ് നമുക്കിടാം. അത് ആക്ച്വലി എൻ്റെ അനിയത്തിയുടെയാണ്. അവളെപ്പോഴും പരാതി പറച്ചിലാണ് ഞാനിതുപോലെ ഓരോ കമ്മലെടുത്തുള്ളൂ എന്നിട്ട് തിരിച്ച് കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് വെക്കത്തില്ല. ആക്ച്വലി ഞാൻ വെക്കും കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ ഈ പിള്ളേരെ കൊണ്ട് ഞങ്ങൾ കളയും. ഞാൻ ആക്ച്വലി നമ്മൾ കിടക്കുമ്പോഴേക്കായിരിക്കും ഓർക്കുന്നത്. അപ്പം ഞാൻ ജനലിൻ്റെ സൈഡിലോട്ടൊക്കെ വെക്കും. ഇവന്മാരാണെങ്കിൽ എൻ്റെ മണ്ടയ്ക്കെല്ലാം വലിഞ്ഞു കയറിയിട്ട് എല്ലാം തള്ളി താഴെ ഇടും. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ആക്ച്വലി ഉണ്ടല്ലോ എൻ്റെ കൂട്ട് എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ ഞാൻ മറ്റേ 12 എണ്ണം ഉള്ള സെറ്റായിട്ടൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതിൽ 1-2 എണ്ണേ എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് കാണത്തുള്ളൂ. ബാക്കിയുള്ള ഞാൻ ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. ഇതുപോലത്തെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ടാവുമേ ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്ത് മേടിച്ചിട്ട് എനിക്കിത് ഉപയോഗിക്കാണ്ട് വേസ്റ്റ് ആക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ മിക്സ് ചെയ്ത് നോക്കും. ഏതെങ്കിലുമൊക്കെ ഷെയ്ഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഷെയ്ഡ് കിട്ടും. അങ്ങനെയാണ് ഞാൻ മാക്സിമം യൂസ് ആക്കുന്നത്. ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെ 25 ആണ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഫോക്കസ് ആവുന്നില്ല, എന്നാലും 25 ആണ് ഷെയ്ഡും. പക്ഷേ ഇതുണ്ടല്ലോ എല്ലാവർക്കും മാച്ചിങ് ആണ്. എല്ലാവരും പറഞ്ഞാൽ ഇത് എല്ലാ ഷെയ്ഡുകാർക്കും എന്ന് വെച്ചാൽ എല്ലാ ടോണുകാർക്കും ഇത് മാച്ചാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിട്ട് കഴിയുമ്പോൾ എൻ്റെ ഫേസിൽ എങ്ങനെയാണ്. എന്തേലും അറിയാനുണ്ടോ? ഒന്നും അറിയാനില്ല. എൻ്റെ സ്കിന്നിന് ഇതൊരു രീതിയിലും മാച്ച് ആവുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് പറയാം. പേർഷ്യൻ പ്ലംബ് വൈന് പിന്നെ വൈൻ ബെറി ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട്. ഇത്രയും ഷെയ്ഡ്സ് ആണ്. അപ്പം അതിൽ ഇപ്പം റീസെൻ്റ്ലി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇത്ര മിനി വേർഷൻ കേട്ടോ, അത്രേ ഉള്ളൂ. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതെടുത്തിട്ട് എന്നോട് മിക്സ് ചെയ്യും.
ഇതിന് ആക്ച്വലി ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്നൊരു അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് കിട്ടും. അതുകൊണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇടാറില്ല. ഇതിൻ്റെ കൂടെ ഞാൻ മാക്സിമം വേറെ ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടുന്നത്. പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനെ ഒഴിവാക്കാൻ തോന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ലിപ്സ്റ്റിക്കുകൾ ഇത് വേസ്റ്റ് ആക്കാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഞാൻ ഓരോരോ ഷെയ്ഡുകൾ മിക്സ് ചെയ്ത് പരീക്ഷിച്ചു പോകും. ചിലതൊക്കെ സെറ്റാവും, ചിലതൊന്നും കിട്ടത്തില്ല. എന്നാലും ബട്ട് ഇറ്റ്സ് ഓക്കെ. ഏകദേശം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുടി കെട്ടി വെച്ചിട്ടുള്ളൂ, നനഞ്ഞത്. അതൊന്ന് മാറ്റിയിട്ട് വരാം. നനഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. പോകുന്ന വഴി ഞാൻ ഉണങ്ങട്ടെ. എനിക്ക് ഹീറ്റേഴ്സ് യൂസ് ചെയ്ത് ഉണക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ കളറ് ചെയ്തിട്ട് ഫുള്ള് ഹെയർ ഡാമേജ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം അത് പ്രോപ്പറായിട്ട് വളരുന്നതൊന്നും അത്ര ഇതില്ല, നല്ല കൊഴിച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ എന്താ പറയുക, ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഇതുപോലത്തെ ഒരു കോമ്പ് എടുക്കും. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വലിയ പ്രസ് ചെയ്ത് ചീവലില്ല. ഈ ഒരു ലെവലിൽ അങ്ങ് ഇടത്തേ ഉള്ളൂ. പിന്നെ ബാഗ് കൊണ്ടാണ് പോകുന്നത് ഞാൻ. ഇന്നിപ്പോൾ ബാഗിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ ചീപ്പെടുത്ത് പോക്കറ്റ് വെച്ചോ. അപ്പം അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ചീവി ഇടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയലേ, അവൻ്റെ കയ്യിൽ മറ്റേ അവർ ചെയ്യുന്ന ചീപ്പില്ല, അത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ചീവി ഇടത്തേ ഉള്ളൂ. അത്യാവശ്യം നല്ലപോലെ മുടി കൊഴിയുന്നുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ബേബി ഹെയർസ് ഇഷ്ടം പോലുണ്ട്, കിളിച്ച് വരുന്നുണ്ട്. ഞാനാണെങ്കിൽ റോസ്മേരി വാട്ടറൊക്കെ മേടിച്ച് വെച്ചിട്ട് ഇതുവരെ ഒന്നും പ്രോപ്പറായിട്ട് പരീക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഒരു പൊട്ട് കൊടുക്കണം. ആക്ച്വലി എല്ലാവരും എന്നോട് ചോദിക്കും, ഈ ജീൻസൊക്കെ ഇടുമ്പോൾ പൊട്ട് തൊടേണ്ട ആവശ്യമുണ്ടോ, പൊട്ട് ഒഴിവാക്കി കൂടെ എന്ന്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഐ കാണ്ട് ലിവ് വിത്തൗട്ട് പൊട്ട്. എനിക്ക് പൊട്ടില്ലാതെ ഒരു സുഖം ഫീൽ ചെയ്യത്തില്ല. അല്ല, എനിക്ക് എൻ്റെ മോന്തയ്ക്ക് ഐശ്വര്യം വന്ന പോലെ ഒരു ഫീല് വരും. ബട്ട് ഇറ്റ്സ് ഓക്കെ, എനിക്കിഷ്ടമാണ്. ഞാൻ കൂടുതലും മറ്റുള്ളവർ പറയുന്നതിനെക്കാട്ടിലും എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കാനാണ് ഇഷ്ടം. കണ്ടോ? ഓ ഓക്കെ. അപ്പം നമ്മളെവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം പറഞ്ഞു, ഇടയ്ക്ക് അവന്മാർ വരുന്നുണ്ടെന്ന്. അപ്പം ദുരന്ത ഫീലുണ്ടല്ലേ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ റെഡിയായി. വാച്ചിടാം. ഇതെനിക്ക് ജോഷ് ഗിഫ്റ്റ് ചെയ്ത ബർത്ത്ഡേക്ക്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചില സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ വാങ്ങണം എന്ന് ഭയങ്കരമായിട്ട് ആശിച്ച് മോഹിച്ച് നമ്മളിങ്ങനെ പെൻഡിങ് വെക്കും, വാങ്ങാം, വിഷ് ലിസ്റ്റിൽ വെക്കുന്നതേ. അങ്ങനെ വെച്ചിരുന്ന വാച്ചായിരുന്നു ഇത്. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ജോഷ് ഇത് കൊണ്ട് മേടിച്ചു തന്നു. പക്ഷെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ബട്ട് ലവ് യു ജോഷ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കയ്യിലിടാൻ ഇതിടാം അല്ലേ. ഇത് ആക്ച്വലി എനിക്ക് അത്ര കംഫർട്ടല്ല, വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ഇതിടാം. ഇതിലൂടെ വേറെ ഒന്നും ഇടാൻ ഒരു സുഖമില്ല. ആക്ച്വലി ഞാൻ റെഡിയായി. മുടി ദുരന്തമായിട്ട് കിടക്കുവാണ് എന്നാലും, ബട്ട് ഓക്കെ. നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്യുന്നുണ്ട് എന്നെ. നമുക്ക് ഫാൻ ഞാനാണെങ്കിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും അങ്ങനെ നല്ലപോലെ സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ റെഡിയായി. അവൻ ഫോട്ടോസ് എടുത്ത് തരുവാണെങ്കിൽ ഞാൻ ഇതിലൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു. എടാ വീഡിയോ എടാ, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാതെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അടവിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് റോഷൻ, നമ്മുടെ മൊയലാളി. ഇന്നത്തെ വർക്കിൻ്റെ മൊയലാളി അവനാണ്. ഇതിനകത്തിൽ ഒരുത്തരും കൂടെ ഉണ്ട്. ദോബോ ഇവനല്ല, തോലവൻ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ. പിന്നെ അതാണ് നമ്മുടെ ഗപ്പിൾസ്. പിന്നെ പക്ഷേ ഇവിടെ വന്നപ്പം ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ തിരക്ക്. ബാക്ക് ക്യാമറ ഓണാക്കി കാണിച്ചു കണ്ടോ. ലോട്ട്സ് ഓഫ് കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു. നീ ഒന്ന് മാറുമോ? ഞങ്ങൾ അടവിയിൽ വന്ന് നടുക്ക് നിൽക്കുവാണ്. പിന്നെ ഈ ഉടുപ്പിൽ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. കരണേടാ ഫോട്ടോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ നാറ്റിക്കും. ഫോട്ടോ തരുമോ?
ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ തെണ്ടിയുടെ കാര്യം. ആ തെണ്ടിയത് ഇതാ. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ഒന്നും പറയില്ല. അവൻ നന്നായി. അങ്ങനെ ഞങ്ങളിവിടെ വീഡിയോ അല്ല, ഇവൻ ഫോട്ടോ എടുക്കണം. ഞാൻ പക്ഷേ ഫോട്ടോ എടുക്കാൻ നിൽക്കുമോ, വെയിറ്റ് ചെയ്യുമോ? അവന്മാർ വീഡിയോ എടുത്തോണ്ടിരിക്കുക. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ പ്രോ വീഡിയോഗ്രാഫർ അരവിന്ദ്. ഇത് റോഷൻ എൻട്രൂസ്. ഇപ്പം 3 ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൈ, സീ യു.